പ്രത്യേകിച്ചും നമ്മുടെയൊക്കെ ഒരു പുതിയ അല്ലെങ്കിൽ ജെൻസി എന്നൊക്കെ പറയുന്ന ഒരു വലിയ താല്പര്യമെടുത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖല ക്രിപ്റ്റോ മേഖലയാണ്, ക്രിപ്റ്റോ കറൻസി മേഖലയാണ്. അപ്പം ഇപ്പോൾ ക്രിപ്റ്റോയെക്കുറിച്ച് ഇപ്പോൾ ഉള്ള ഓഫ് ലൈറ്റ് എന്താണ് ക്രിപ്റ്റോയുടെ സാധ്യതകളും അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങളും ഇന്ത്യയിൽ ഇരിക്കുന്ന ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച്? ഇന്ത്യയിലെ ക്രിപ്റ്റോ കറൻസിനെ അല്ലെങ്കിൽ ക്രിപ്റ്റോഗ്രഫി റിലേറ്റഡ് പ്രൊഡക്റ്റുകൾ എന്ന് തന്നെ ഗവൺമെൻറ് ഒഫീഷ്യലി ഇതുവരെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല. അത്തരത്തിലുള്ളൊരു നിയമനിർമ്മാണം അടുത്തൊക്കെ വരുമോ എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷേ ടാക്സേഷൻ രംഗത്ത് ഗവൺമെൻറ് അതിനനുസരിച്ചുള്ള ചേഞ്ചസൊക്കെ വരുത്തിയിട്ടുണ്ട്. ക്രിപ്റ്റോഗ്രഫി ഫേസ് ചെയ്യാൻ പോകുന്ന പ്രോബ്ലം ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ ക്വാണ്ടം കമ്പ്യൂട്ടർ തന്നെയാണ്, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് തന്നെയാണ്. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണെങ്കിൽ അത് ക്രിപ്റ്റോഗ്രഫിയുടെ അല്ലെങ്കിൽ ഈ ബിറ്റ്കോയിൻ പോലുള്ള കോയിൻസിൻ്റെയൊക്കെ എൻക്രിപ്ഷൻ ബ്രേക്ക് ആവുമെന്നാണ് പറയുന്നത്. അങ്ങനെ ബ്രേക്കായി കഴിഞ്ഞാൽ ക്രിപ്റ്റോഗ്രഫി റിലേറ്റഡ് എല്ലാ പ്രൊഡക്റ്റുകളൊക്കെ ബാധിച്ചേക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് $1,24,000 പെർ കോയിനൊക്കെ പോയിരുന്നു, ബിറ്റ് കോയിനൊക്കെ പോയിരുന്നു പ്രൈസ്. ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിലൊരു മൈനർ വേർഷൻ ലോഞ്ച് ചെയ്തിരുന്നു. ഹണിവെൽ ഇൻ്റർനാഷണൽ കോണ്ടിനം എന്ന് പറയുന്നൊരു സബ്സിഡിയറിയാണ് ഈ കമ്പ്യൂട്ടർ ലോഞ്ച് ചെയ്തത്. ആ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞ നവംബറിലാണെന്ന് തോന്നുന്നു. നവംബറിൽ ലോഞ്ച് ചെയ്തതിന് ശേഷം ഇത്തരത്തിൽ റിപ്പോർട്ടുകളുടെ ഒരു ഇമ്പാക്റ്റിലാണ്. ഇപ്പോൾ തന്നെ ഗവൺമെൻറ്റുകൾ പലതരത്തിലുള്ള ആരോപണങ്ങൾ, ഫഞ്ചിബിൾ ടോക്കൺസ് ഉണ്ട്, ഡിജിറ്റൽ ടോക്കൺസിനെ കുറിച്ച് പല ഗവൺമെൻറ്റുകളും പറയുന്നുണ്ട്. ബ്ലാക്ക് മണി സോഴ്സ് ആയിട്ട് ഇത്തരത്തിലുള്ള ടോക്കൺസ് യൂസ് ചെയ്യുന്നു എന്നൊക്കെ റിപ്പോർട്ടുകൾ വന്നു തുടങ്ങിയിട്ട്. അപ്പോൾ ഗവൺമെൻറ്റുകളുടെ ഭാഗത്ത് നിന്ന് എങ്ങനെയാണ് ക്രിപ്റ്റോഗ്രഫി റിലേറ്റഡ് പ്രൊഡക്റ്റുകൾ ട്രീറ്റ് ചെയ്യാൻ പോകുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിരുന്നാലും ക്വാണ്ടം കമ്പ്യൂട്ടിങ് തീർച്ചയായിട്ടും ക്രിപ്റ്റോഗ്രഫിക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് നൽകാൻ പോകുന്നത്.